പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ടം ആരോഗ്യത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും കൂടെ ഇരുന്ന് യാത്ര ചെയ്യുവാൻ, പഠിക്കുവാൻ, ജോലി ചെയ്യുവാൻ, നമ്മുടെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 10 വേഴ്സ് 17 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. മോശ തന്റെ ജീവിതാനുഭവത്തിൽ കൂടെ താൻ മനസ്സിലാക്കിയ ദൈവം ആരെ എന്ന് തന്റെ അവസാന നാളുകൾ മുൻപിൽ കണ്ടുകൊണ്ട് ഇസ്രയേലിന്റെ ഗോത്രപിതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും എല്ലാം കൂട്ടിവരുത്തി താൻ കടന്നു വന്ന വഴി, ഇസ്രയേൽ ജനത്തെ ദൈവം നടത്തിയ വഴി, ദൈവം ഇസ്രയേൽ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഉപദേശങ്ങൾ എന്നിവ ആവർത്തന പുസ്തകം എന്ന ഈ പഞ്ചഗ്രന്ഥത്തിലെ 5-ാമത്തെ പുസ്തകത്തിൽ കൂടെ ആവർത്തിക്കുന്നു. ഇവിടെ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാക്യത്തിൽ ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവം ആരാണ് എന്ന് വ്യക്തമാക്കുന്നു. അതെ, ദേവാദി ദൈവമാണ്, ഭയങ്കരനാണ്, ഉയർന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ ആർക്കും ഒരു തരത്തിലും നിലയിലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ശാശ്വതവാസിയാണ്. ആ ദൈവം ആരുടെയും മുഖം നോക്കുന്ന ദൈവമല്ല, ആരിൽ നിന്നും പ്രതിഫലം സ്വീകരിക്കുന്ന ദൈവവും അല്ല. ഇന്ന് ക്രൈസ്തവ ലോകം പല വിധങ്ങളിലുള്ള പ്രതിഫലം നൽകി ദൈവത്തെ കൈക്കലാക്കുവാനും സ്വന്തമാക്കുവാനും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കുവാനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടി സ്വന്തം പോക്കറ്റിലാക്കുവാനും ശ്രമിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം ഒരു വ്യക്തിയുടെയും കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ദൈവമല്ല. നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമാണ്. ആ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്, ഒരു വിധത്തിലും പക്ഷാഭേദമില്ലാത്തവനാണ്, ഒരു പ്രതിഫലവും നോക്കാതെ നീതിയോടെ ഉത്തരം അരുളുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ ഈ നിലയിൽ സാവധാനവും തടസ്സവും പ്രതികൂലവുമാണ്. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പലരുടെയും ജീവിതത്തിൽ കാര്യങ്ങൾ എത്ര സുഗമമായി പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് എന്തു ഗുണം, എന്താവശ്യം, എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യേകത? അതേ പ്രിയമുള്ളവരെ, ഇതൊക്കെ പിശാച് നമ്മിൽ കൊണ്ടിടുന്ന ദുഷ്ടന്റെ തീയമ്പുകളാകുന്ന വിഷവിത്തുകളാണ്. അവിടെയൊക്കെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരുമ്പോൾ അവയൊക്കെ മാറ്റിവെച്ച് അവയോടെ ചേർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച്
പ്രാർത്ഥനയോടെ അടുത്തു വരിക. കാരണം ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. നീതിയോട് ഉത്തരമരുളുന്ന ദൈവമാണ്. അവൻ ഭയങ്കരനാണ്. ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുകയോ നിർത്തുവാനോ കഴിയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, പിറുപിറുക്കാതെ, പിന്തിരിഞ്ഞു പോകാതെ ശക്തമായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു മുന്നേറുക. നിശ്ചയമായും പ്രതിഫലമുണ്ട്, മറുപടി ഉണ്ട്, ഉത്തരമുണ്ട്. അതുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട മനം നൊന്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം ഉത്തരം അരുളുക തന്നെ ചെയ്യും. അവൻ നീതിയോടെ ഉത്തരം അരുളും. മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല. ആരുടെയും നേർച്ച കാഴ്ചകളിൽ, ഒരു വിധത്തിലുള്ള പ്രതിഫലങ്ങളിലും ആഹ്വാനങ്ങളിലും പ്രീതി അടയുന്ന ദൈവമല്ല. അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നീതിയുക്തമായി ഇടപെടുന്ന ദൈവമാണ്. ആകയാൽ പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ച് നിരാശപ്പെട്ടു പോകരുത്. ആത്മാർത്ഥതയോടെ മുന്നേറുക. നിശ്ചയമായും വിടുതൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഭയങ്കരനായ, ദൈവാദി ദൈവമായ, ഉയരത്തിൽ വസിക്കുന്നവനായ, നീതിയോടെ മറുപടി നൽകുന്ന, മുഖപക്ഷമില്ലാത്ത, യാതൊരുവിധ പ്രതിഫലവും കൈപ്പറ്റാത്ത ഈ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയും തന്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുകയും ചെയ്യും. ആകയാൽ ഈ ദിനം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക. ദൈവകൃപ പ്രാപിക്കുക. വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടക്കളമാണ് എന്ന് ഓർത്തുകൊണ്ട് ഈ പോർക്കളത്തിൽ മുന്നേറുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും വാഴ്വുകളും നമ്മളോട് ഏവരോടും കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഒരു പുതിയ ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, കുടുംബകാര്യാദികൾ നോക്കുവാനുള്ള കൃപയും ശക്തിയും ഉയരത്തിലെ ദൈവകൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. മുഖപക്ഷമില്ലാത്ത, പ്രതിഫലം ഇച്ഛിക്കാത്ത, ഭയങ്കരനായ, സത്യസന്ധനായ ഈ ദൈവത്തെ കണ്ടുമുട്ടി പരിപൂർണമായി ആശ്രയിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി അങ്ങേ സേവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ ഒരു കാരണവശാലും പിന്മാറിക്കൂടാ, അവിശ്വസിച്ചുകൂടാ. ഈ വലിയവനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് യഥാസമയം നമ്മുടെ വിഷയത്തിന് മറുപടി നൽകും. ഉചിതമായ ദൈവകൃപയാൽ നമ്മെ നിറയ്ക്കുകയും അനുഗ്രഹത്തോടെ വഴി നടത്തുകയും ചെയ്യും. ഈ വചനത്താൽ നമ്മ ഏവരെയും സ്വർഗത്തിലെ ദൈവം ഇന്ന് അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.